പാർട്ടിയെ കൈവിട്ടത് അവിടുത്തെ അനുഭാവികൾ തന്നെയാണ്. ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ച നേതാക്കന്മാർക്ക് ജനങ്ങൾ കൊടുത്ത ശക്തമായ സന്ദേശമായിരുന്നു ഇത്. ഈ തോൽവി ഇടതുപക്ഷം ഇരന്ന് വാങ്ങിയതാണ് എന്ന് അക്ഷരം തെറ്റാതെ നമുക്ക് പറയാനാകും. ഇടതുപക്ഷ പ്രവർത്തകർ, പ്രത്യേകിച്ച് CPM പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത്. കേഡർ വോട്ട് പോലും പാർട്ടിക്ക് നഷ്ടമായതാണ് ഇത്തരം ഒരു നാണം കെട്ട തോൽവിയിലേക്ക് പാർട്ടിയെ കൂപ്പുകുത്താൻ കാരണമായിട്ടുള്ളത്. ഏത് പേമാരിയിലും കൊടുങ്കാറ്റിലും കുലുങ്ങാത്ത 55-60 മണ്ഡലങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. എന്നിട്ടും തോറ്റുപോയെങ്കിൽ അത് പാർട്ടിയെയും സർക്കാരിനെയും പാർട്ടി വോട്ടർമാർ തന്നെ തിരുത്തിയത് കൊണ്ട് തന്നെയാണ്. അതിന് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നതിൽ പല ഘടകങ്ങളുണ്ട്. തോൽവിയുടെ കാരണം മുഴുവനായും പിണറായി വിജയന്റെ മേലിട്ട് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല. അദ്ദേഹം ഒരു കാരണമാണ് എന്ന് പറഞ്ഞാലും പല കാരണങ്ങൾ അവിടെ വേറെയുമുണ്ട്. തിരുത്താമായിരുന്നിട്ടും തിരുത്താതെ നിന്ന് പാർട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും വലിയ പങ്കുണ്ട് എന്ന് കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി കേരളം തുടർന്നു വന്ന ഭരണ തുടർച്ചയില്ലാത്ത രാഷ്ട്രീയ ചരിത്രത്തെ 2021 തിരുത്തി കുറിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷമായിരുന്നു. എന്നാൽ 2026 എത്തുമ്പോൾ ആ ചരിത്ര വിജയത്തിന്റെ തിളക്കം പൂർണ്ണമായും കെട്ടടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് പരാജയം എന്നതിലുപരി CPM-ന്റെയും പിണറായി വിജയന്റെയും രാഷ്ട്രീയ ശൈലിക്കേറ്റ കനത്ത പ്രഹരമായിട്ടാണ് ഈ ഫലത്തെ വിലയിരുത്താൻ സാധിക്കുന്നത്. ഭരണ തുടർച്ച നൽകിയ ആത്മവിശ്വാസം പലപ്പോഴും ധാർഷ്ട്യമായി മാറിയോ എന്ന് ജനങ്ങൾ സംശയിച്ച കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷം. മുഖ്യമന്ത്രിയുടെ പരുക്കൻ പെരുമാറ്റവും മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടുമുള്ള വിമുഖതയും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രചരിക്കുകയും അത് ഭരണകൂടത്തിന് എതിരായ വികാരമായി മാറുകയും ചെയ്തു എന്നതാണ് പറയാനുള്ളത്. വിനയമുള്ള ഭരണാധികാരിയെ ആഗ്രഹിക്കുന്ന മലയാളിക്ക് മുന്നിൽ ഈ ഉയർന്ന നിലപാട് പരാജയ കാരണത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒന്നായി. സമുദായ നേതാക്കളെ കൂട്ടുപിടിച്ച് വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ തന്ത്രം ഇത്തവണ പാളിപ്പോയതും മറ്റൊരു കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതാക്കളോട് മുഖ്യമന്ത്രി പുലർത്തിയ മൃദു സമീപനം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. വിദ്വേഷ പ്രസംഗം നടത്തുന്നവരോടുള്ള വിട്ടുവീഴ്ച മനോഭാവം ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് വേണം പറയാൻ. സമുദായ നേതാക്കൾക്ക് അവരുടെ സ്വന്തം സമുദായത്തിൽ പോലും പഴയതുപോലെ സ്വാധീനമില്ലെന്ന് തിരിച്ചറിയുന്നതിൽ പാർട്ടിക്ക് പരാജയമാണ് സംഭവിച്ചത്. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും 4.5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയും ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും യുവാക്കൾക്കിടയിലെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും വലിയ രോഷമായി മാറി. വികസനത്തിന്റെ പേരിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച വലിയ പദ്ധതികൾക്ക് പകരം ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും മുഖ്യമന്ത്രിയുടെ വ്യക്തിപ്രഭാവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. LDF അല്ലാതെ മറ്റാര് എന്ന ടാഗ് ലൈനും എവിടെയും മുഖ്യമന്ത്രിയുടെ മാത്രം ചിത്രങ്ങൾ നിറഞ്ഞു നിന്നതും പഴയകാല കമ്മ്യൂണിസ്റ്റ് ശൈലികളിൽ നിന്നുള്ള വ്യതിയാനമായിട്ടാണ് കാണപ്പെട്ടത്. പാർട്ടിയിലെ കീഴ് ഘടകങ്ങളിൽ നിന്നുപോലും നേതൃത്വത്തിനെതിരെ രഹസ്യമായ വിയോജിപ്പുകൾ ഉയർന്നു വന്നു എന്നത് പരാജയത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകവുമാണ്. ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ നിശ്ചയിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും വലിയ പങ്കുണ്ട്. അവിടെ പോലും പിണറായി വിജയനെ പിഴച്ചുപോയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവി പാർട്ടി ഭാരവാഹികൾക്കും അണികൾക്കും സർക്കാരിനുമിടയിലുള്ള സുപ്രധാനമായ ഒരു കണ്ണിയാണ്. മുൻ അച്ചടക്ക നടപടി നേരിട്ട ഒരാളെ തന്നെ ഈ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവന്നത് തുടക്കം മുതലേ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. പാർട്ടി നേതാക്കൾക്ക് പോലും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ കഴിയാത്ത വിധം ഒരു മതിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഇത് വലിയ ആക്ഷേപമാണ് ഇടതുപക്ഷ സഹയാത്രികൾക്കിടയിൽ തന്നെ ശക്തമായത്. പോലീസ് ഭരണത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെടുന്നു എന്ന ആരോപണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രധാന ഘടകം തന്നെയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്കും താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർക്കും നീതി ഉറപ്പാക്കേണ്ട പോലീസ് സംവിധാനം ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഉപയോഗിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു തോന്നൽ പൊതുസമൂഹത്തിൽ പടർന്നു പിടിക്കുകയും ചെയ്തു. ഇത് സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള ജനരോഷമായി മാറുകയായിരുന്നു. കൂടാതെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ തങ്ങളുടെ ഔദ്യോഗിക പദവികൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ സെറ്റിൽമെന്റുകൾക്കോ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഏതൊരു ഭരണകൂടത്തിന്റെയും വിശ്വാസ്യത തകർക്കുന്നതാണ്. കൊച്ചിയിലെ ഓഫീസിനെ കുറിച്ചും അവിടെ നടന്ന ഇടപെടലുകളെ കുറിച്ചുമുള്ള ആരോപണങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവാൻ കാരണവും ഇത് തന്നെയാണ്. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അന്യമായ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസിന്റെ വീഴ്ചകളും വിവാദ നിയമനങ്ങളും ചേർന്ന് സർക്കാരിന്റെ അടിത്തറ ദുർബലപ്പെടുത്തിയെന്ന
നിഗമനമാണ് ഇവിടെ പറയാനുള്ളത്. അതായത് ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രസക്തവുമാണിത്. ഭരണ സംവിധാനത്തിലെ ഇത്തരം പാളിച്ചകൾ തിരുത്തപ്പെടാതിരുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ പരാജയത്തിന് ആക്കം കൂട്ടിയ ഘടകങ്ങൾ. മുഖ്യമന്ത്രി പിണറായിയുടെ മാത്രമല്ല, മന്ത്രിസഭയിലെ മറ്റ് നിരവധി CPM മന്ത്രിമാരുടെ പെരുമാറ്റവും ധാർഷ്ട്യവും ഈ വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട് എന്നതാണ് സത്യം. വീണ ജോർജ് വരെ ഇടതുപക്ഷത്തിന് വലിയ ദോഷം ചെയ്ത വ്യക്തിയാണ്. മറ്റൊരു കാര്യം, ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കെ സ്ത്രീ വിഷയത്തിൽപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടിരുന്ന AK ശശീന്ദ്രനെ വീണ്ടും രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാക്കിയതും തെറ്റായ ഒരു നടപടി തന്നെയായിരുന്നു എന്നതാണ്. ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ഒരിക്കലും ആഗ്രഹിക്കാത്ത നടപടികളെല്ലാമായിരുന്നു ഇതൊക്കെ. CPM കോട്ടയായ എലത്തൂരിൽ നിന്നും NCP നേതാവായ AK ശശീന്ദ്രനെ ഇപ്പോൾ തോൽപ്പിച്ചതും CPM പ്രവർത്തകർ തന്നെയാണ്. ഒരു UDF തരംഗത്തിലും ജയിക്കാൻ പറ്റുന്ന മണ്ഡലമായിരുന്നില്ല എലത്തൂർ. 38,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ AK ശശീന്ദ്രൻ ഇവിടെ നിന്നും വിജയിച്ചിരുന്നത്. CPM സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് എങ്കിൽ ഈ ഭൂരിപക്ഷം 1,00,000 കവിയുമായിരുന്നു. അതുകൊണ്ടാണ് തോൽപ്പിച്ചത് എന്ന കാര്യം ഉറപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ് തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടകളിൽ പോലും വിള്ളലുകൾ വീണു എന്നത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. 10,000ങ്ങളുടെ ഭൂരിപക്ഷം പതിവായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സംഭവിച്ച ഈ തിരിച്ചടി കേവലം ഭരണവിരുദ്ധ തരംഗമല്ല, മറിച്ച് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നേതൃത്വത്തോടുള്ള അതൃപ്തിയും പുറത്തു വരുന്നതാണ്. CPM സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞതിനും പലയിടത്തും പരാജയപ്പെട്ടതും കാണിക്കുന്നത് അണികൾ നേതൃത്വത്തിൽ നൽകിയ ശക്തമായ താക്കീത് തന്നെയാണ്. V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ തുടങ്ങിയ ജനകീയരായ പ്രാദേശിക നേതാക്കൾ പാർട്ടി നിലപാടുകളിൽ പ്രതിഷേധിച്ച് മാറി നിന്നത് പയ്യന്നൂരിലും തളിപ്പറമ്പിലും വോട്ടർമാരെ സ്വാധീനിച്ച ഘടകവുമാണ്. G സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഉയർത്തിയ വിയോജിപ്പുകൾ അമ്പലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള സാധാരണക്കാരായ പാർട്ടി അനുഭാവികൾക്കിടയിൽ സംശയങ്ങളും ജനിപ്പിച്ചു. പാർട്ടിക്കുള്ളിലെ തിരുത്തൽ ശക്തികളെ ഒതുക്കുന്ന രീതി അണികൾക്ക് സ്വീകാര്യമായിരിക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ മണ്ഡലങ്ങളുടെ ഫലം. തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർണ്ണമായും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിച്ചതും തിരിച്ചടിയായി എന്ന നിരീക്ഷണവും വളരെ പ്രസക്തമാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ശൈലി എപ്പോഴും വ്യക്തിയേക്കാൾ പാർട്ടിക്കും പ്രത്യയശാസ്ത്രത്തിനും മുൻതൂക്കം നൽകുന്നത് തന്നെയാണ്. എന്നാൽ ഇത്തവണ അത് മാറി. ജനങ്ങൾക്കിടയിൽ അതൃപ്തി നിലനിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ മാത്രം മുൻനിർത്തി നടത്തിയ പ്രചാരണം വോട്ടർമാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. CPM വോട്ടർമാർ പോലും ഈ വ്യക്തി കേന്ദ്രീകൃത ശൈലിയോട് മുഖം തിരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തോൽവി പാർട്ടി ഏറ്റുവാങ്ങേണ്ടതായി വന്നത്. കണ്ണൂർ എന്ന ചുവപ്പ് കോട്ടയിൽ പോലും മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്നത് രാഷ്ട്രീയ കേരളത്തിൽ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഭരണാധികാരികളുടെ ശൈലിയും പാർട്ടിക്കുള്ളിലെ ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വോട്ടർ സമൂഹം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു. തിരുത്തലുകൾക്ക് നേതൃത്വം തയ്യാറാകാത്ത പക്ഷം വരാനിരിക്കുന്ന കാലം CPMന് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. സഖാക്കൾ തിരുത്തണം, മനസ്സിലാക്കണം, തിരിച്ചു വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിന് CPMനെയും ഇടതുപക്ഷത്തിനെയും ആവശ്യമുണ്ട്.